എന്താണ് ഈ സമസ്ത എന്നറിയാത്ത ചിലർ സമസ്തയെക്കുറിച്ച് പഠിക്കാൻ നിന്നാൽ പറയാൻ നിന്നാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കാലം വരെ സമസ്തയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ പിന്നെ സമസ്തയുടെ സ്ഥാനങ്ങളിലേക്ക് കയറി വന്നാൽ അവർക്ക് എന്തിനെക്കുറിച്ചാണ് അറിയാം, അവർക്ക് എന്തിനെക്കുറിച്ചാണ് പറയാൻ ധൈര്യമുണ്ടാവുക? ഈ കാലം വരെ ഒന്നും സമസ്തൻ്റെ ഒരു കേട്ടിലും പാട്ടിലും ഇല്ല. സമസ്തൻ്റെ കഴിഞ്ഞകാല ചരിത്രവും അറിയില്ല, സമസ്തയുമായി ഒരു ബന്ധവുമില്ല. അങ്ങനത്തെ ആളുകൾ ഇന്ന് വന്ന് സമസ്തയിൽ വന്ന് വലിയ ഗതാക്കളാന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഒന്നും അറിയാത്തവർ എന്ത് നേതൃത്വമാണ് അവർക്ക് കിട്ടുക?